ഞങ്ങൾ 4:30 ആയപ്പോഴേക്കും റെഡി ആയിട്ട് ഹോട്ട് എയർ ബലൂണിൻ്റെ ആൾക്കാർ വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവർ ലേറ്റ് ആണെന്ന് തോന്നുന്നു, 5 മിനിറ്റ് ആയിട്ടും കാണാനില്ല. കുറച്ച് കഴിയുമ്പോൾ വരുമായിരിക്കും. അങ്ങനെ 4:40 ആയപ്പോഴേക്കും നമ്മുടെ ആൾക്കാർ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഹോട്ട് എയർ ബലൂൺ റൈഡിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, അത്രയും ഒരു ഹാപ്പിനെസ് ആയിരുന്നു നമുക്ക്. ആ ഒരു 10 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ടായിരുന്ന ടൈമിൽ തന്നെ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന അതിന് നേരത്തെ സ്റ്റാർട്ട് ചെയ്തിരുന്ന ഹോട്ട് എയർ ബലൂൺസൊക്കെ ഇങ്ങനെ അവർ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഗൂസ് ബംസ് വരുന്ന ആ ഒരു ഫീലിംഗ് ആയിരുന്നു. ഫസ്റ്റ് ഡേയിലും സെക്കൻഡ് ഡേയിലും നമ്മൾ പോയ ഒരുപാട് വാലീസ് ഉണ്ട്, നമ്മൾ കണ്ട ഒരുപാട് ഫയർ ചിമ്നീസ് ഉണ്ട്. അതിൻ്റെ എല്ലാം മുകളിൽ കൂടിയാണ് നമ്മളിപ്പോൾ അതൊന്ന് ഫ്ലൈ ആവാൻ പോകുന്നത്. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അത്രയും പീക്കിൽ തന്നെ ഉണ്ടായിരുന്നു. ആൻഡ് വൺസ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് ബലൂൺസ് ഉണ്ട്. കുറേ പേര് ഓൾറെഡി സ്റ്റാർട്ടായി, കുറേ പേര് ബലൂൺസിൽ ഇങ്ങനെ എയർ ഫില്ല് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എയർ ഫില്ല് ചെയ്തതിന് ശേഷമാണ് പിന്നെ അവർ ഫയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇൻ ബിറ്റ്വീൻ ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ ഇങ്ങനെ ഫയർ വരുമ്പോഴാണ് നമ്മുടെ ഈ ഹോട്ട് എയർ ബലൂൺ ഫ്ലൈ ആവുന്നതും. അത് കണ്ടു നിൽക്കുന്നതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പാർട്ട് തന്നെയാണ്. നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ടുള്ള ആ ഒരു പ്രോസസ്സൊക്കെ ഒന്ന് കണ്ട് എൻജോയ് ചെയ്യുമ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത് ഈ ഒരു ഹോട്ട് എയർ ബലൂൺ റൈഡ്. ഇവിടെ ബലൂൺ റൈഡിന് വരുന്നവർ മാത്രമല്ല കേട്ടോ, ഫോട്ടോഷൂട്ടിന് വരുന്ന ആൾക്കാരുണ്ട്. അതല്ലാതെ നമ്മൾ ഇന്നലെ എക്സ്പീരിയൻസ് ചെയ്ത പോലെ ഈ ഒരു റൈഡ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കാണാനായിട്ട് വരുന്നവരുണ്ട്. അങ്ങനെയുള്ള പല കാറ്റഗറിയിലുള്ള ആൾക്കാർ നമുക്ക് ആ ഒരു ഗ്രൗണ്ടിൽ കാണാനായിട്ട് പറ്റും. പിന്നെ ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. ബട്ട് സ്റ്റിൽ ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് ഒരു 15 to 20 മിനിറ്റ്സ് എടുക്കുന്നതാണ് ഈ ഒരു സ്റ്റാർട്ടിങ് പ്രോസസ്സ്. അപ്പം നമ്മൾ ടയേർഡ് ആവാണ്ടിരിക്കാനായിട്ട് അവരൊരു പാക്ക് ഓഫ് ജ്യൂസ് ആൻഡ് പീസ് ഓഫ് കേക്ക് ഒക്കെ അവർ തരും. അപ്പം അത് നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ആണ്, ഇത് കണ്ട് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 45 മിനിറ്റ്സിൻ്റെ റൈഡാണ് സ്റ്റാർട്ട് ആവുന്നത്. നമുക്ക് കിട്ടിയത് 45 മിനിറ്റ്സിൻ്റെ ആയിരുന്നു, അല്ലാതെ 30 മിനിറ്റ്സ് തൊട്ട് സ്റ്റാർട്ട് ആവുന്ന ബലൂൺ റൈഡ്സും ഉണ്ട്. ഫൈനലി നമ്മൾ ബാസ്ക്കറ്റിനകത്തേക്ക് കയറാനായിട്ട് പോവുകയാണ്. 16 പേരുള്ള ഒരു ബാസ്ക്കറ്റാണ് നമ്മൾ സെലക്ട് ചെയ്തത്. നമ്മൾ എത്ര ചെറിയൊരു ബാസ്ക്കറ്റാണ് സെലക്ട് ചെയ്യണത് അതിനനുസരിച്ച് അതിൻ്റെ റേറ്റും ഡിഫറൻസ് ഉണ്ടാവും. 32 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ബാസ്ക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിനതിൻ്റേതായിട്ടുള്ള റേറ്റും കുറവായിരിക്കും. ഫ്രണ്ടിലെ റോയിൽ 2 ചെറിയ ക്യാബിൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് 2 പേരെയാണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുക. കപ്പിൾസിന് അതാണ് ഏറ്റവും ബെസ്റ്റ്. അതല്ലാതെ കുട്ടികളായിട്ടും വേറെ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ കുറേ കൂടി ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സെൻട്രൽ ക്യാബിൻസ് വേറെ ഉണ്ട്. നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ആവുന്നതിന് മുമ്പ് തന്നെ പൈലറ്റ് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് തരും. എമർജൻസി ലാൻഡിങ് വന്നാൽ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തരും. ഒരു കോ പൈലറ്റും ഉണ്ട് നമ്മുടെ പൈലറ്റിനെ ഹെൽപ്പ് ചെയ്യാൻ. And there are some important things I should mention. Firstly, sitting in the basket. Don't jump up. Think is landing position. When we say landing position, you turn to the opposite direction of the landing side. For example, you will look sides and you will turn opposite side. Okay? And hold the rope handles.
ലാൻഡിങ്ങിൻ്റെ സമയത്ത് ഇതുപോലെ റെയിലിൽ വെച്ചിട്ടായിരിക്കും നമ്മുടെ ഹോട്ട് എയർ ബലൂൺ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇറങ്ങാനായിട്ട് ബാസ്ക്കറ്റിൻ്റെ അടുത്ത് തന്നെ അവരുടെ ഹെൽപ്പേഴ്സ് ഉണ്ടാവും. കുട്ടികളൊക്കെ ആണെങ്കിൽ ഭയങ്കര കെയറോടുകൂടി തന്നെയാണ് അവർ ബാസ്ക്കറ്റിൻ്റെ അകത്തേക്ക് കയറ്റുന്നതും ബാസ്ക്കറ്റിൽ നിന്ന് തിരിച്ചിറക്കുന്നതും. നമ്മൾ ഹോട്ട് എയർ ബലൂണിൽ അങ്ങനെ കയറി കഴിഞ്ഞു. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ വരുന്നവർ ഒരു തവണയെങ്കിലും ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ 360 ഡിഗ്രിയുടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളത് വാങ്ങിയിട്ടുണ്ട്. സോ ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ്. ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതും നമ്മൾ വാങ്ങിച്ചു. 200 ലിറ അത്രയൊക്കെ കോസ്റ്റ് വരുന്നുള്ളൂ. നമുക്ക് എല്ലാവർക്കും സർട്ടിഫിക്കറ്റും തരും ഫ്ലൈ ആയി എന്നുള്ള രീതിയിൽ. അപ്പോൾ മോർണിംഗ് പോയി തിരിച്ചു വന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. സെയിം നമ്മൾ തലേ ദിവസം കഴിച്ചു തന്നെ കൈൻഡ് ഓഫ് സെയിം ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു. സാറ്റിസ്ഫൈഡ് ആൻഡ് ഹാപ്പി ടമ്മി കൈൻഡ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ കേവ് ഹോട്ടലൊക്കെ ഒന്നും കൂടി ഞാനൊന്ന് നോക്കിയാണ്. നമ്മളപ്പം നിയർലി ഒരു 2.5 ദിവസം കപ്പഡോക്കിയയിൽ സ്പെൻഡ് ചെയ്ത് നമ്മളിപ്പം ഇസ്താംബുളിലേക്ക് പോവാണ്. 2.5 ദിവസം ഇവിടെ കുറച്ച് നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫിസിക്കലി നല്ല ടയേർഡാണ്. പക്ഷെ ലൈഫ് ലോങ് നമുക്ക് ഓർക്കാൻ പറ്റിയ ഒരുപാട് നല്ല മൊമെന്റ്സ് കിട്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നെംഷിർ എയർപോർട്ടിൽ നിന്നാണ് ഇസ്താംബുൾ എയർപോർട്ടിലേക്ക് പോകുന്നത്. നമ്മുടെ ട്രാവൽ ചെയ്യാൻ തന്നെ ഇങ്ങനെ കുറച്ച് ടൈം ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ വന്ന സ്ഥിതിക്ക് നമുക്ക് ഇസ്താംബുളും കൂടി ഒന്ന് കവർ ചെയ്യാമെന്ന് കരുതി. ഇന്നിപ്പോൾ നമ്മൾ ഈവനിങ് എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു 1 ഡേ ആണ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇസ്താംബുളിൽ കിട്ടുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നമ്മൾ മോർണിംഗ് നമ്മൾ തിരിച്ച് നമ്മൾ പോവാണ്. അപ്പം ഇന്ന് തന്നെ ഇപ്പം എയർപോർട്ടിലേക്ക് പോകുമ്പോൾ വേറെ പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് ഒന്നും എടുക്കണുണ്ടാവില്ലായിരിക്കും. കാരണം ആകെ ടയർഡാണ്. ഇനി നമുക്ക് ഇസ്താംബുളിൽ എത്തിയിട്ട് കാണാം. കേവ് ഹോട്ടലിൽ നിന്ന് ബായ് പറഞ്ഞിറങ്ങിയപ്പം നല്ല വിഷമം ഉണ്ടായിരുന്നു. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ആണ് നമുക്ക് കപ്പഡോക്കിയയിൽ നിന്ന് കിട്ടിയത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഇസ്താംബുളിലേക്കാണ്. ഇവിടുത്തെ ആ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയാസൊക്കെ കണ്ടപ്പോൾ തന്നെ കുറച്ച് മൈൻഡ് കൂളായി. നമ്മൾ ഹോട്ടലിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ബ്ലൂ മോസ്ക് കാണാം. അപ്പം ഇസ്താംബുളിലെ അടിപൊളി വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ.